യോഹന്നാനേക്കാൾ വലിയവനില്ല എന്ന് പറയുമ്പോൾ യേശുവിന്റെ ശരീരം മുഴുവൻ സ്ത്രീയിൽ നിന്നാണ് വന്നതെങ്കിൽ അപ്പോൾ യേശു സ്നാപക യോഹന്നാനേക്കാൾ മുകളിലാണോ സ്നാപ യോഹന്നാനേക്കാൾ താഴെയാണോ? യേശുവിന്റെ ശരീരം സ്ത്രീയിൽ നിന്നാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ സ്നാപ യോഹന്നാനേക്കാൾ താഴെയാണെന്ന് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ അംഗീകരിച്ചാൽ യേശു അപ്പോൾ ആരാണ് എന്താണ് എന്നുള്ള രീതികളെല്ലാം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം. ഇതിന് ഉത്തരം വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ, ഇതിന് ഉത്തരം വളരെ സിമ്പിളാണ്. ആ 11ാമത്തെ വാക്യം കംപ്ലീറ്റ് വായിച്ചാൽ മതി, ഉത്തരം കിട്ടും. 11ാമത്തെ വാക്യം എന്താ? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവയിൽ സ്നാപയോഹന്നാനേക്കാൾ വലിയവനില്ല, എങ്കിലും സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. അപ്പൊ സ്നാപയോഹന്നാനേക്കാൾ വലിയ ഒരാളുണ്ട്. അത് ആരാണെന്ന് താങ്കൾ കണ്ടുപിടിച്ചാൽ ഉത്തരം തരും. ഇതാണ് അവന്റെ ഉത്തരം. യേശുക്രിസ്തു കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് വചനം. വചനം പകുതിച്ച് മുറിക്കല്ലേ, വളരെ വ്യക്തമാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. അടുത്ത അതിന്റെ ഉത്തരം